അപ്പം നമ്മൊരു പ്രത്യേക സാഹചര്യം കൊണ്ട് ഇപ്പം ഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. നമ്മുടെ ആരോഗ്യനില എന്ന് പറയുന്നത് ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കാലൊക്കെ ഭയങ്കര ബാഡായിട്ടുണ്ട് ഇപ്പം തന്നെ. ഇവിടെ നിന്നിട്ടാണെങ്കിൽ ഇപ്പം എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമില്ല. നമുക്കെന്തായാലും ഫസ്റ്റ് ഈ ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കാം. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് നമ്മൾ ബിരിയാണി മേടിച്ചതാണ് കേട്ടോ. ഇതൊരുമാതിരി ഓറഞ്ച് കളറായിട്ടിരിക്കണം. എന്താണോ കഴിച്ചു നോക്കട്ടെ. എന്തായാലും കൊള്ളാട്ടാ. ഞാൻ വിചാരിച്ച പോലെയല്ല, കഴിക്കാൻ പറ്റുന്നുണ്ട്. കേരളത്തിൽ നിന്ന് വിട്ടാണ്ട് ഇപ്പോഴാണ് ഒരു ബിരിയാണി മര്യാദ കഴിക്കാൻ പറ്റുന്നത്. ഇന്നെന്തായാലും നമുക്ക് ഇറങ്ങാൻ നിൽക്കണില്ല. നമുക്ക് നല്ല രീതിക്ക് റെസ്റ്റ് വേണ്ട ആവശ്യമുണ്ട്. അത്രയും മോശമായിട്ടിരിക്കണേന് ഇപ്പം നല്ലൊരു റൂം അപ്പിട്ട് എന്തായാലും പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ. ഒരു റൂം നമ്മൾ എടുത്തിട്ടാ. ഡൽഹിയിൽ വന്നപ്പോൾ തുടങ്ങി നമ്മളെ പറ്റിക്കാൻ തുടങ്ങിയതാണ്. ഓട്ടോക്കാരും റൂമുകാരനും എല്ലാവരും നമ്മളെ പറ്റിക്കുന്നുണ്ട്. നല്ല പൈസന് ഒരു ചാർജ് ചെയ്യണം കേട്ടാ. പിന്നെ നമുക്കിപ്പോൾ വയ്യാത്ത കാരണം നമ്മൾ ബാർഗെയിൻ ചെയ്യാനും തല്ലുപിടിക്കാനൊന്നും നിൽക്കണില്ല ഇപ്പം. ഇനി മാറിയപ്പോഴേ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ട്രെയിൻ കയറാൻ വന്നാണ് ജമ്മുവിലേക്ക്. കാലുവേന ഇപ്പോഴും ഉണ്ട് കേട്ടോ. കാലുവേന മാറിയിട്ടൊന്നുമില്ല. രാവിലെ 8 മണിയാണെന്ന് വിചാരിച്ച് വൈകുന്നേരത്തെ ട്രെയിന് രാവിലെ വന്ന് നിൽക്കണേനിപ്പം. ന്യൂഡൽഹി കിങ്ങാട് എത്തിയപ്പോൾ തുടങ്ങി മനുഷ്യനെ പറ്റിക്കണേണ് ഓരോരോ കാര്യങ്ങൾ. 50 രൂപ ഓട്ടോറിക്ഷ കാശിന് 200 രൂപ എൻ്റെ നിന്ന് മേടിച്ചു. പിന്നെയാണ് ഞാൻ ആ സത്യം പറഞ്ഞത്. റൂമിന് കൊടുക്കത്ത പൈസ മൊത്തം പറ്റിപ്പെന്ന് വെച്ചാൽ പറ്റിപ്പ്. ചായക്ക് 50 രൂപ. എന്താ അല്ലേ. ഗൈസ്, നമ്മുടെ പ്ലാനൊന്ന് ചെറുതായിട്ട് മാറ്റി. വൈകുന്നേരമുള്ള നമ്മുടെ ഈ ട്രെയിനുള്ളത്. അപ്പോൾ അത് കാരണം എന്തായാലും ഇവിടെ നിൽക്കണല്ലേ, ഇന്ത്യ ഗേറ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. അത് കാരണം അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. പിന്നെ എനിക്കൊരു വലിയ വിഷമമുള്ളതെന്ന് പറഞ്ഞാൽ 2 ചപ്പാത്തി എന്നതിന് 350 രൂപയാണ് എൻ്റെ നിന്ന് മേടിച്ചത്. തെണ്ടികൾ. ഓൺലി 2 ചപ്പാത്തി. അതിൻ്റെ വിഷമം മാറാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഞാനൊന്നും ഓട്ടോക്കാർ പിഴിയലാണ് കേട്ടോ. പുറത്തുനിന്ന് ആര് വന്നാലും പിഴിയലോട് പറഞ്ഞാൽ പിഴിയലാണ്. നോക്കിയും കണ്ടൊക്കെ നിങ്ങൾ വന്ന് നിൽക്കുക. ആദ്യം പൈസ പറഞ്ഞ് സെറ്റ് ചെയ്തേക്കുക. എന്നിട്ട് മാത്രം ഇവിടെ എന്തും ചെയ്യാൻ നിൽക്കുക. ആദ്യം പൈസ പറഞ്ഞങ്ങോട്ട് സെറ്റാക്കുക. എനിക്കിവിടെ ഇത്രയും ദിവസം നിന്ന് കിട്ടിയത് മതിയായിട്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാത്തിലും കൊണ്ടൊക്കെ തല വെക്കണത് സൂക്ഷിച്ചാണ്. എന്നാലും 350 രൂപ 2 ചപ്പാത്തിക്ക് ഇങ്ങോട്ട് ദഹിക്കണില്ല. എന്നെല്ലാം ഭയങ്കര കെയർഫുള്ളായിരിക്കണം. അല്ലെങ്കിൽ പണി ഇങ്ങനെ മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. പൈസ പോണ വഴി അറിയാൻ പാടില്ല. ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ചതിന് 200 രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു. ഇന്ത്യ ഗേറ്റ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോടാ. ഇതാണ് ഇന്ത്യ ഗേറ്റ്. ഇവിടെ സാധനം പറഞ്ഞാ പോക പിടിച്ചു. പിന്നെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇതണ്ട അവിടെ സാധനത്തിൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല. എന്നാലും എൻ്റെ 350 രൂപ 2 ചപ്പാത്തിക്ക് വേണ്ടി വിഷമം എനിക്ക് മാറണില്ല അങ്ങോട്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വന്ന സമയമുണ്ട്. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ. ഇതുണ്ടോ ജനപ്പെരുപ്പാണ് ഇവിടെ. ഒരു ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് പോലും ഇവിടെ ആൾക്കാർ മാറുന്നില്ല. അത്രയ്ക്കും ആൾക്കാരുണ്ട് ഇവിടെ. ഇപ്പുറ സൈഡ് നല്ല പൊരിവയിലാണ്, കാരണം കിട്ടാനുള്ള. അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങണേട്ടാ. ഓട്ടോക്കാരുടെ അടുത്ത് ഇന്ത്യ ഗേറ്റിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ എത്താന്ന് വെച്ചപ്പോൾ 200 രൂപ എന്നാണ് പറഞ്ഞത്. എനിക്കത് കൊടുക്കാനൊരു പ്രയാസമുള്ളതുകൊണ്ട് ഞാൻ കുറേ ബാർഗെയിൻ ചെയ്ത് അവർ 150 രൂപ എത്തിച്ച്, 120 എത്തിച്ച്. ഞാൻ പറഞ്ഞു വേണ്ട 100 രൂപക്കാണെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. ആർക്കും സമ്മതമില്ല. എന്നാൽ പിന്നെ ഞാൻ നടന്നു നോക്കോളാന്നും പറഞ്ഞ് ഞാൻ അവിടെ നേരെ ഇറങ്ങിയപ്പോൾ ഒരു ഓട്ടോക്കാരൻ വന്ന് 100 രൂപക്ക് സമ്മതിച്ചു. ആ ഓട്ടോക്കാരാണ് ഇത്. നമ്മളവിടെയൊക്കെ കാലി കളറല്ലേ,
ഓപ്പോസിറ്റായി ഉപയോഗിക്കുന്ന യൂണിഫോം ആണ്ടി കളറ് നമ്മളവിടെ കാവ്യല്ലേ ഇവിടെ ഈ കളറാണ് എല്ലാവരും. പിന്നെ പൈസ കൊടുക്കാം മുക്കത്തിനും കൂടി ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറ്റില്ല വേണ്ടെന്ന് പറഞ്ഞിട്ട് ചോദ്യമാണ്. അപ്പം അവർ ഈ പറഞ്ഞ പൈസക്ക് ഉപയോഗിക്കും. നമ്മളവിടെയൊക്കെ 5 കിലോമീറ്ററിന് 80 രൂപ 70 രൂപ ഉള്ളൂ. ഇവിടെ 150 രൂപ പറഞ്ഞു. ഞാൻ 100 രൂപക്ക് പറഞ്ഞൊപ്പിച്ച്. മറ്റേ ടീം അവിടെ പോകില്ല കേട്ടാ, കൈവിട്ടിട്ട് അവർക്ക് പൈസ കൊടുത്താണ് പിന്നെ കുറേ പൈസ പോകുന്നത്. ഞാനൊരു പ്രാവശ്യം 50 രൂപ കൊടുത്തിട്ട് ഞാൻ ചെയ്തുതരാൻ പറഞ്ഞപ്പോൾ ഒരു തലയൊക്കെ കഴിച്ച് പോയിക്കും. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ തിരിച്ചെത്തി. ഇനി റെസ്റ്റ് എടുക്കണം. കുറച്ച് സീനായിട്ടിരിക്കണ കാരണം ഇനി നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ല റെസ്റ്റ് വേണ്ട ഇതുണ്ട്. ഇവിടെ പറ്റിപ്പെന്ന് പറഞ്ഞാലേ പുറത്ത് നമ്മൾ ഹിന്ദിക്കാരല്ലെന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാരനായിട്ടും നല്ല അടി കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന്. ഇന്ത്യ ഗേറ്റ് കണ്ട് പിന്നെ അധികം നടക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. പനി ഉണ്ടായിരുന്നു. പനി നമുക്കിപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ഇവിടെ റെസ്റ്റ് എടുക്കണം. ഞൊണ്ടിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കണം. ഷൂ കംപ്ലൈൻ്റ് ആയില്ല, വേറെ ഷൂ മാറ്റി. ഇതിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയെങ്കിലും ഇവിടെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാണ്. ടൈം ആകുമ്പോൾ ട്രെയിൻ കയറി അങ്ങോട്ട് പോകാമല്ലോ. എന്തായാലും നമ്മൾ പോകാൻ തീരുമാനിച്ച്, അപ്പോൾ പിന്നെ പോവുക തന്നെ ചെയ്യാം.